Good morning all. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഇൻസെന്റീവ് പ്ലാൻസിലെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ടോപ്പിക്കാണ്. മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റൈറ്റ് സിസ്റ്റം ആൻഡ് ഗാന്റ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. കഴിഞ്ഞ ക്ലാസ്സിലെ റോവൻസ് പ്ലാനും അതേപോലെ തന്നെ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റൈറ്റ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചത്. ഏകദേശം അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഇൻസെന്റീവ് പ്ലാൻസ് ആണ് മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റൈറ്റ് സിസ്റ്റവും ഗാന്റ് ടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. അതിലെ ഫസ്റ്റ് വൺ മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റൈറ്റ് സിസ്റ്റം. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് MDV മെറിക് ആണ്. ഇതില് ടൈലേഴ്സ് പീസ് റൈറ്റ് സിസ്റ്റത്തിലെ രണ്ട് പീസ് റൈറ്റ് ആണെങ്കിൽ ഇവിടെ മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റൈറ്റ് സിസ്റ്റത്തില് 3 തരത്തിലുള്ള പീസ് റൈറ്റുകളാണ് വരുന്നത്. അതിലെ എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് പീസ് റൈറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് up to 83% of efficiency. ഒരു വർക്കർ 83% എഫിഷ്യൻസി ഉള്ള ഒരു വർക്കർ ആണെങ്കിൽ അവർക്ക് ഒരു ഓർഡിനറി പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്, സാധാരണ കൊടുക്കുന്ന ഒരു പീസ് റേറ്റ്. ദെൻ ഇനി അത് അപ് ടു 100 ആണെങ്കിൽ 83 to 100 ആണെങ്കിൽ 110%, അതായത് സാധാരണ കൊടുക്കുന്ന ഓർഡിനറി പീസ് റേറ്റിന്റെ 110% ആണ് പീസ് റേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത് 110 എന്ന് വെച്ച് കഴിഞ്ഞാൽ വേജ് പ്ലസ് ബോണസ് ആണ്. ദെൻ എബോവ് 100% ആണെങ്കിൽ, അതായത് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഹൈ ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പീസ് റേറ്റ് 120% ഓഫ് ഓർഡിനറി പീസ് റേറ്റ് ആണ്. അതായത് ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കർ ആണെങ്കിൽ അവർക്ക് 120%, ഓർഡിനറി പീസ് റേറ്റിന്റെ 120% ആണ് അവർക്ക് കൊടുക്കുന്നത്. ദെൻ വർക്കേഴ്സിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുന്നത്. ആവറേജ് വർക്കർ, അതായത് 83% എഫിഷ്യൻസി ഉള്ളൂ എങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ അവര് ആവറേജ് വർക്കർ ആയിട്ടും, ദെൻ അവർ സ്റ്റാൻഡേർഡ് റേറ്റിലേക്ക് വരികയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എഫിഷ്യന്റ് വർക്കർ ആയിട്ടും, ദെൻ എബോവ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവരെ മോസ്റ്റ് എഫിഷ്യന്റ് വർക്കർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ നമുക്ക് എഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് പീസ് റേറ്റ് വരുന്നത്. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അവരുടെ എഫിഷ്യൻസി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരുടെ വേജ് ആൻഡ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എഫിഷ്യൻസി ആൻഡ് പീസ് റേറ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് അറിയണം. ദെൻ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. From the following particulars, calculate wages of 3 workers A, B and C under Merrick's plan. Basic piece rate is rupees 2 per unit. Standard output 24 unit per day of 8 hours. Output is 16 units, B 21 units and C 25 units. അതായത് സാധാരണ ഒരു ബേസിക് പീസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 2 രൂപയാണ്. ദെൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര മണിക്കൂറാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു ദിവസം 8 മണിക്കൂറാണ്. ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ദിവസം 24 യൂണിറ്റ്. ഓക്കെ, 24 യൂണിറ്റ് ആണ് ഒരു ദിവസം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. 24 യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 8 മണിക്കൂർ കൊണ്ട്. ഓക്കെ, ദെൻ 3 വർക്കേഴ്സ് ആണുള്ളത്, എ, ബി ആൻഡ് സി. എ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 16 യൂണിറ്റ് ആണ്, അതായത് 24 ആണ് സ്റ്റാൻഡേർഡ്. എ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 16 ആണ്. ദെൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 21 ആണ്. ദെൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നത് 25 ആണ്. ദെൻ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നോക്കേണ്ടത് എന്താ, ഓരോ വർക്കേഴ്സിന്റെയും എഫിഷ്യൻസിയുടെ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ വേജ് ആൻഡ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതില് ആദ്യം നോക്കുക, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പറഞ്ഞിട്ടുണ്ട് 24 യൂണിറ്റ്സ് ആണ്. ദെൻ എയുടെ എഫിഷ്യൻസി നോക്കുമ്പോൾ എങ്ങനെയാ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുക? ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100. എത്രയാണ് അവരുടെ ആക്ച്വൽ ഔട്ട്പുട്ട്, അവർ എത്ര യൂണിറ്റ് ഉണ്ടാക്കി. ദെൻ സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 24 ഇൻറ്റു 100. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 16 ആണ്
ആക്ച്വൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത് 16 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡിവൈഡഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തു, കിട്ടുന്നത് 67% ആണ്. എയുടെ എഫിഷ്യൻസി 67%. അതായത് നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള എഫിഷ്യൻസിയാണ് പറഞ്ഞത്. അപ് ടു 83, then 83 to 100, above 100. ഇവിടെ നമുക്ക് കിട്ടുന്നത് അപ് ടു 83 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാധാരണ ഒരു ഓർഡിനറി വേജ് മാത്രമേ ഇവർക്ക് കൊടുക്കൂ, നോർമൽ വേജ് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, ദെൻ ബിയുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ബിയുടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത് 21 യൂണിറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ദെൻ അവ എഫിഷ്യൻസി എന്ന് പറയുന്നത് 87.5 ആണ്. 87.5 എബവ് 83% ആണ്. അതായത് ഒരു എഫിഷ്യന്റ് വർക്കർ ആണ്. 110% നോർമൽ വേജിന്റെ 110 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ സിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 യൂണിറ്റ് ആണ്, 25 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. യൂണിറ്റ് ഉണ്ടാക്കിയപ്പോ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് 104 ആണ്. അതായത് എബോവ് 100 ആണ്. then അവർക്ക് കൊടുക്കുന്ന പീസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120% ആണ്. ഇനി നമ്മൾ 3 വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തു. എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് അവരുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാണ്. വേജ് കാൽക്കുലേറ്റ് ചെയ്യാണ് നമുക്ക് എയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ലെസ് ദാൻ 83% ആയതുകൊണ്ട് ഓർഡിനറി പീസ് റേറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഏസ് വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു അവർക്ക് കൊടുക്കുന്ന വേജ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു യൂണിറ്റിന് 2 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ആ 2 രൂപ വെച്ച് എക്ക് കൊടുത്തു, 32 രൂപയാണ് എയുടെ വേജ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 83 to 100 ആണ്. അതായത് 87.5% ആണ് വരുന്നത്. അത് രണ്ടാമത്തെ എഫിഷ്യൻസി കാറ്റഗറിയിൽ വരുന്നതാണ്. അവർക്ക് 110% ആണ് കൊടുക്കുന്നത്. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യാം. 110% എന്ന് പറയുന്നത് ബേസിക് പീസ് റേറ്റിന്റെ 2, ദാറ്റ് ഈസ് ബേസിക് പീസ് റേറ്റ്. പീസ് റേറ്റ് എന്ന് പറയുന്നത് 2 ആണ്. 2 into 110 divided by 100. അവർക്ക് കൊടുക്കുന്ന ബോണസ് എത്രയാണ്? 2 rupees and 20 paise. ഓക്കെ, ദെൻ വേജ് എന്ന് പറയുന്നത് 21 യൂണിറ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര റേറ്റ് വെച്ച് കൊടുക്കും? പീസ് റേറ്റ് എന്ന് പറയുന്നത് 2.20 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എബവ് 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 110 ആണെങ്കിൽ നമുക്ക് സിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 120 വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 120 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.40 ആണ്. 2.40 ആണ്. ആക്ച്വലി അവർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു? 25 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ 25 യൂണിറ്റിന് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2.40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ സിയുടെ വേജ് എന്ന് പറയുന്നത് 60 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എഫിഷ്യൻസിക്ക് അനുസരിച്ച് നമ്മൾ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ബിലോ 83% ആണെങ്കിൽ ആവറേജ് വർക്കർ ആയിട്ടും, 83 to 100% ആണെങ്കിൽ എഫിഷ്യന്റ് വർക്കർ ആയിട്ടും, ദെൻ എബവ് 100% ആണെങ്കിൽ മോസ്റ്റ് എഫിഷ്യന്റ് വർക്കർ ആയിട്ടുമാണ് ഇതിൽ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മെറിറ്റ്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഓക്കെ, ദെൻ the next incentive plan is Gantt task bonus plan. ഇതേപോലെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് HL Gantt ആണ്. ദെൻ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ് ആൻഡ് പീസ് റേറ്റ്. ഓക്കെ, നമ്മൾ എന്തിന്റെയൊക്കെ കോമ്പിനേഷനാ വരുന്നത്? ടൈം റേറ്റ് ഉണ്ട്, പീസ് റേറ്റ് ഉണ്ട് ആൻഡ് ബോണസ്. ഇത് മൂന്നിന്റെയും കോമ്പിനേഷൻ ആണ് Gantt task ബോണസ് പ്ലാൻ. ദെൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈമോ നമ്മൾ ഇതിന് ഫിക്സ് ചെയ്യുന്നു. ഈ ഫിക്സ് ചെയ്യുന്നതില് ഒരു വർക്കർ അവർക്ക് സ്റ്റാൻഡേർഡ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? ടൈം വേജ് കൊടുക്കും.
ആ ടൈം വേജ് ആണ് അവർക്ക് കൊടുക്കുന്നത്. അതായത് എന്ത് കൊടുക്കും? ടൈം വേജ് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവർക്ക് ആ ഒരു മിനിമം വേജ് കിട്ടും. ദെൻ ഇനി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് 100% അവർക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നത് വേജ് കൊടുക്കും പ്ലസ് ബോണസ്. എങ്ങനെയാ ബോണസ് കൊടുക്കുന്നത്? 20% ഓഫ് ടൈം വേജ് ആണ് കൊടുക്കുന്നത്. ടൈം വേജിന്റെ 20% ബോണസ് ആയിട്ട് കൊടുക്കുന്നു. ദെൻ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോർ ദാൻ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ, ദാറ്റ് ഈസ് എബവ് 100% ആണെങ്കിൽ അവർക്ക് ഹൈ പീസ് റേറ്റ് ആണ് കൊടുക്കുന്നത്. അത് നമ്മളോട് ഓരോ ബിസിനസ്സിലും പറയും എത്രയാണ് പീസ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളത് 20% ഓഫ് ടൈം വേജ്. ഇനി ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കർ ആണെങ്കിൽ അവർക്ക് ഹൈ പീസ് റേറ്റ് കൊടുക്കുന്നത് ആരാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ ഒരു ബിസിനസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഹൈ പീസ് റേറ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടായി. ഓക്കെ, ദെൻ ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. The following are the particulars applicable to a work process. Time wage ₹5 per hour. High task ₹40 units per week. Piece rate above high task ₹6.50 per unit. In 40-hour week, the production of the worker A 35 units, B 40 units, C 41 units and D 52 units. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ടൈം വേജ് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് 5 രൂപയാണ്. ഒരു മണിക്കൂറിന് 5 രൂപയാണ് ടൈം വേജ് കൊടുക്കുന്നത്. നമുക്ക് ഹൈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ആഴ്ചയില് 40 യൂണിറ്റ് ഉണ്ടാക്കണം. 40 യൂണിറ്റ് ഉണ്ടാക്കുമ്പോഴാണ് അത് ഹൈ ടാസ്ക് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് 40 യൂണിറ്റ്. ദെൻ പീസ് റേറ്റ് അബവ് ഹൈ ടാസ്ക്, നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാൾ കൂടിയ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവരുടെ വേജ് എന്ന് പറയുന്നത്, പീസ് റേറ്റ് എന്ന് പറയുന്നത് ₹6.50 അവർക്ക് കൊടുക്കുന്നത്. ഈ 40 മണിക്കൂറുള്ള ആഴ്ചയിലെ 40 മണിക്കൂറാണ് ഒരാഴ്ചയിൽ പറഞ്ഞിട്ടുള്ളത്. വർക്ക് എ ബി സി ഡി 4 വർക്കേഴ്സ് ആണുള്ളത്. എ 35 യൂണിറ്റ് ഉണ്ടാക്കി, ബി 40 യൂണിറ്റ് ഉണ്ടാക്കി, സി 41 യൂണിറ്റ് ഉണ്ടാക്കി, ദെൻ ഡി 52 യൂണിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബോണസും വേജും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്യാം. എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 35 യൂണിറ്റ്സ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബിലോ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? ആ ടൈം വേജ് കൊടുക്കും. ടൈം വേജ് എങ്ങനെ കൊടുക്കും? ആ 40 മണിക്കൂറിന് 40 മണിക്കൂറാണ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ്, പീസ് റേറ്റ് ആൻഡ് ബോണസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ആദ്യം വേജ് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമ്മൾ ടൈം റേറ്റ് ആണ് കൊടുക്കുന്നത്. ടൈം റേറ്റ് എത്രയാണ് കൊടുക്കുന്നത്? 40 മണിക്കൂറാണ് ഒരാഴ്ചയിലുള്ളത്. ഒരു മണിക്കൂറിന് 5 രൂപ വെച്ചുകൊണ്ട് 200 രൂപ കൊടുത്തു. ദെൻ ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 40 ആണ്. കമ്പയർ ചെയ്യുമ്പോൾ 100% ആണ് വരുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? വേജസ് പ്ലസ് 20% ബോണസ്. വേജ് കൂടാതെ 20% ബോണസും കൊടുക്കുന്നു. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ എക്ക് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ 200 ആണ്. ദെൻ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 200ന്റെ ടൈം റേറ്റിന്റെ 20% പറഞ്ഞു. ടൈം റേറ്റ് എത്രയാണ്? 200 ആണ്. 20% ഓഫ് 200 ദാറ്റ് ഈസ് 40. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ബിക്ക് കിട്ടുന്ന വേജ് എത്രയാണ്? 200 പ്ലസ് 40 ദാറ്റ് ഈസ് 240. ഓക്കെ, 240. ദെൻ അഗൈൻ മൂന്നാമത്തെ വർക്കർ സിയുടെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. സി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 41 യൂണിറ്റ് ആണ്. 41 യൂണിറ്റ് എന്താണ്?
മോർ ദാൻ സ്റ്റാൻഡേർഡ് ആണ്. മോർ ദാൻ സ്റ്റാൻഡേർഡ് ആകുമ്പോൾ ഹൈ പീസ് റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്, നമുക്ക് സിക്ക് കൊടുക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ 40 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 41 യൂണിറ്റ് ആരുണ്ടാക്കി? നമ്മുടെ സി ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ ടാസ്കിൽ അവർക്ക് ഹൈ പീസ് റേറ്റ് എത്രയാണോ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങൾ എഴുതാം. ഓക്കെ, ക്വസ്റ്റ്യനില് നമുക്ക് ഹൈ പീസ് റേറ്റ് എന്ന് പറയുന്നത് 6.50 ആണ് തന്നിട്ടുള്ളത്. ദെൻ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ടൈം വേജ് അല്ല കൊടുക്കുന്നത്, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പീസ് റേറ്റ് ആണ്. ഇവിടെ പീസ് റേറ്റ് എത്രയാണ് കൊടുക്കുന്നത്? ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് എത്രയാണോ ഇൻറ്റു ഹൈ പീസ് റേറ്റ്. ഓക്കെ, 6 രൂപ 50 പൈസ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 266.50, അതായത് 266.50. ഓക്കെ, ദെൻ സീഡ് ഔട്ട്പുട്ട് കഴിഞ്ഞു. നാലാമത്തെ വർക്കർ ഡി ആണ്. ഡി ഉണ്ടാക്കിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 52 യൂണിറ്റ്സ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ 52 യൂണിറ്റ്സ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? ഹൈ തന്നെയാണ് വരുന്നത്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹൈ പീസ് റേറ്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 52 നമ്മൾ 41 കമ്പയർ ചെയ്യുക, 40 ആയിട്ട് കമ്പയർ ചെയ്യുക. 40 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡി ഉണ്ടാക്കിയ ഔട്ട്പുട്ട് ആണ് കൂടുതൽ, ദാറ്റ് ഈസ് മോർ ദാൻ സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇവിടെയും നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെയും ഹൈ പീസ് റേറ്റ് വെച്ചാണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഹൈ പീസ് റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 6.50 ആണ്. ദെൻ ഡി ഉണ്ടാക്കിയിട്ടുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് 52 യൂണിറ്റ്സ് ഇൻറ്റു 6.50, ദാറ്റ് ഈസ് 338. ഓക്കെ, ഇങ്ങനെയാണ് 4 വർക്കേഴ്സിനും എത്രത്തോളം വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നത്. അതായത് നമുക്ക് ഇപ്പൊ ഇന്ന് പഠിച്ചത് നമ്മൾ മെറിക്സ് മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആണ്. അവിടെ നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 3 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എഫിഷ്യൻസിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ഇനി ഗാൻ ടാസ്ക് ആണെങ്കിലോ നമ്മൾ ഇവിടെയും നമ്മൾ എഫിഷ്യൻസിക്ക് അനുസരിച്ച് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കേണ്ടത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈം റേറ്റ്, പീസ് റേറ്റ് ആൻഡ് ബോണസ്. 3ന്റെയും കോമ്പിനേഷൻ ആണ് ഗാൻ ടാസ്ക് സിസ്റ്റം. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് ഇൻസെന്റീവ് പ്ലാൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.